ധർമ്മേന്ദ്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഷോലയിലെ വീരുവിനെയാണ് ആദ്യം ഓർമ്മ വരിക. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും അദ്ദേഹത്തിനിണങ്ങിയ ഏറ്റവും നല്ല വേഷം. ജനങ്ങളത് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയായിരുന്നു. 5 വർഷമാണ് ആ ചിത്രം ഒരു മടുപ്പുമില്ലാതെ ഒരേ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്നത്. ഹോളിവുഡിൻ്റെ ആ ഹീമാൻ ഇപ്പോൾ യാത്ര പറഞ്ഞിരിക്കുകയാണ്. വീരു ഇനി ഓർമ്മകളിൽ മാത്രം. 6.5 പതിറ്റാണ്ടിലേറെയായി വെള്ളിത്തിരയിൽ വിസ്മയം തീർത്ത അദ്ദേഹം ബോളിവുഡിൻ്റെ എക്കാലത്തെയും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായിരുന്നു. സൗന്ദര്യം കൊണ്ടും പൗരുഷം കൊണ്ടും ആക്ഷൻ രംഗങ്ങളിലെ അനായാസമായ അഭിനയം കൊണ്ടും പ്രേക്ഷക ഹൃദയങ്ങളിൽ അദ്ദേഹം ഇടം പിടിക്കുകയായിരുന്നു. 1935 ഡിസംബർ 8 പഞ്ചാബിലെ ഒരു ഗ്രാമത്തിലാണ് ധർമ്മേന്ദ്ര ജനിച്ചത്. ഒരു സ്കൂൾ അധ്യാപകൻ്റെ മകനായി അദ്ദേഹം വളരെ ലളിതമായ ചുറ്റുപാടുകളിലാണ് വളർന്നു വന്നത്. ദിലീപ് കുമാറിൻ്റെയും ശ്യാം കുമാറിൻ്റെയും ആരാധകനായ അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കണമെന്ന ഒരു ആഗ്രഹം അഭിനിവേശമായി മാറുകയായിരുന്നു പതുക്കെ. 1988 ഫിലിം ഫെയർ മാഗസിൻ നടത്തിയ ടാലൻ്റ് ഹണ്ട് മത്സരത്തിൽ പങ്കെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ടേണിംഗ് പോയിൻ്റ്. ആ മത്സരത്തിൽ വിജയിച്ചതോടെ തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ച അദ്ദേഹം ഒരുപാട് സ്വപ്നങ്ങളുമായി മുംബൈ എന്ന സിനിമാ നഗരത്തിലേക്ക് വണ്ടി കയറുകയായിരുന്നു. സിനിമയിൽ ഒരു അവസരം ലഭിക്കുക എന്നത് അക്കാലത്ത് എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. മുംബൈയിലെത്തിയ അദ്ദേഹം കടുത്ത പട്ടിണിയും കഷ്ടപ്പാടുകളും അനുഭവിച്ചു. പലപ്പോഴും സ്റ്റുഡിയോകൾക്ക് മുന്നിൽ മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടുണ്ട്. ധർമ്മേന്ദ്രയുടെ ഡെഡിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കഥ ഓർമ്മ വരികയാണ്. അദ്ദേഹം ഒരു പ്രൊഡ്യൂസറെ കാണാൻ രാവിലെ തന്നെ പോയതാണ് സംഭവം. പ്രൊഡ്യൂസർ പുറത്ത് വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ധർമ്മേന്ദ്ര അങ്ങനെ ചെയ്യുന്നു. പക്ഷേ പിന്നീട് വളരെ തിരക്കിലായി പോകുന്ന പ്രൊഡ്യൂസർ ധർമ്മേന്ദ്രയെ കംപ്ലീറ്റായി മറന്നു പോവുകയാണ്. ഉച്ചയാകുന്നു, വൈകുന്നേരമാകുന്നു, അതിനിടെ ഒരു ഉഗ്രൻ മഴയും പെയ്തു തോരുന്നുണ്ട്. ആ സമയം അത്രയും വിശപ്പും ക്ഷീണവും മറന്ന് സഹിച്ചുകൊണ്ട് പ്രൊഡ്യൂസറുടെ വിളിയും പ്രതീക്ഷിച്ച് ധർമ്മേന്ദ്ര കാത്തു നിൽപ്പ് തുടർന്നു. മഴയെല്ലാം മാറി ഓഫീസ് അടച്ച് പ്രൊഡ്യൂസർ പുറത്തേക്ക് വരുമ്പോഴാണ് മഴയിൽ കുതിർന്ന് നിൽക്കുന്ന ധർമ്മേന്ദ്രയെ കാണുന്നത്. പൊടുന്നിന് ഒരു മിന്നൽ പോലെ അദ്ദേഹത്തിന് എല്ലാം ഓർമ്മ വന്നു. താൻ പോയില്ലേ എന്ന് ജാളിതയോടെ അദ്ദേഹം ചോദിക്കുന്നു. ഇല്ല എന്ന് യാതൊരു പരിഭവമില്ലാതെ പുഞ്ചിരിയോടെ ധർമ്മേന്ദ്ര മറുപടി പറയുന്നു എന്നാണ് കഥ. എന്തായാലും അത്തരത്തിലുള്ള നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ അർജുൻ ഹിംഗ്രോണി സംവിധാനം ചെയ്ത ദിൽ ബി തേര ഹം ബി തേരെ എന്ന ചിത്രത്തിലൂടെ 1960 അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ സ്ക്രീൻ പ്രസൻസും സൗന്ദര്യവും ശ്രദ്ധിക്കപ്പെടുന്നു. അടുത്ത ചിത്രങ്ങളിൽ ഒപ്പുവെക്കാനായിട്ട് അതൊക്കെ മതിയായിരുന്നു. 1966 പുറത്തിറങ്ങിയ ഫൂൽ ഔർ പത്ഥർ എന്ന സിനിമയാണ് ധർമ്മേന്ദ്രയുടെ കാരിയർ മാറ്റിമറിച്ചത്. ആ ചിത്രത്തിൽ അദ്ദേഹം ഷർട്ടൂരി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ഹിന്ദി സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു നായകൻ ഇത്തരത്തിൽ ശരീരം പ്രദർശിപ്പിച്ച് അഭിനയിക്കുന്നത്. അത് വലിയ തരംഗമായി. അതോടെ അദ്ദേഹം ഇന്ത്യൻ സിനിമയിലെ ആക്ഷൻ ഹീറോയായി മാറുകയായിരുന്നു. ഹീ മാൻ എന്ന ആ ഒരു വിളിപ്പേര് നേടുകയും ചെയ്തു. പിന്നീട് ആക്ഷൻ സിനിമകളുടെ ഒരു നിര തന്നെ അദ്ദേഹത്തെ തേടിയെത്തുകയായിരുന്നു. മേരാ ഗാവ് മേരാ ദേശ്, ധരംവീർ, അങ്ങനെ കുറേ ചിത്രങ്ങൾ. ആക്ഷൻ രംഗങ്ങളിലെ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ അഭിനയവും കരുത്തും പ്രേക്ഷകരെ ആകർഷിച്ചു. ധർമ്മേന്ദ്ര വെറും ഒരു ആക്ഷൻ നടൻ മാത്രമായിരുന്നില്ല, ഒരു റൊമാൻറ്റിക് ഹീറോ കൂടിയായിരുന്നു. മീന കുമാരി, സൈറ ബാനു, ഷർമിള ടാഗോർ, ആശാ പരേഖ് തുടങ്ങിയ മുൻനിര നായികമാരോടൊപ്പം അദ്ദേഹം നിരവധി ഹിറ്റ് പ്രണയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1969 ഋഷേഷ് മുഖർജി സംവിധാനം ചെയ്ത സത്യകം ധർമ്മേന്ദ്രയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച ചിത്രമായി കണക്കാക്കപ്പെടുന്നു. സത്യസന്ധനായ ഒരു മനുഷ്യൻ്റെ കഥ പറഞ്ഞ ഈ ചിത്രത്തിലെ അഭിനയം നിരൂപക പ്രശംസയും നേടിയിരുന്നു. പിന്നീട് വന്ന ചുപ്കെ ചുപ്കെ കോമഡി വേഷങ്ങൾ ചെയ്യുന്നതിലും തനിക്ക് അസാമാന്യ പാഠവുമുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു. അതിലെ പ്രൊഫസർ പരിമൾ ത്രിപാഠി എന്ന വേഷം ഇന്നും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നുണ്ട്. 1971 അദ്ദേഹത്തിൻ്റെ ജീവൻ മൃത്യു എന്ന ചിത്രം മലയാളത്തിലേക്ക് ഡബ്ബ് ചെയ്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പറയുമ്പോൾ ഷോലെ 1975 റിലീസ് ചെയ്ത ഷോലെ എന്ന സിനിമയെ മാറ്റി നിർത്താനാവില്ല. അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയും വീരു ജയമാരായി തകർത്താടിയ ഈ ചിത്രം എക്കാലത്തെയും വലിയ ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നാണ്. ബസന്തി ഇൻ കുത്തും കെ സാമനെ മത് നാച്ന എന്ന വീരുവിൻ്റെ ആ ഡയലോഗ് ഇന്നും പ്രശസ്തമാണ്. അമിതാഭ് ബച്ചനുമായുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദം സ്ക്രീനിലും പുറത്തും സമ്പന്നമായിരുന്നു. ബോളിവുഡിൻ്റെ ഏറ്റവും പ്രശസ്തമായ പ്രണയ ജോഡികളായിരുന്നു ധർമ്മേന്ദ്രയും ഹേമമാലിനിയും. സീത ഔർ ഗീത, ഷോലെ, ഡ്രീം ഗേൾ തുടങ്ങിയ നിരവധി സിനിമകളിൽ അവർ ഒന്നിച്ചഭിനയിച്ചിട്ടുണ്ട്.
ഓൺ സ്ക്രീനിലെ ഈ കെമിസ്ട്രി ജീവിതത്തിലും സംഭവിച്ചു. ആദ്യ ഭാര്യ പ്രകാശ് കൗറിൽ നിന്നും സണ്ണി ഡിയോൾ, ബോബി ഡിയോൾ അടക്കം 4 മക്കളുണ്ടായിരിക്കെ 1980 ധർമ്മേന്ദ്ര ഹേമമാലിനി വിവാഹം കഴിച്ചു. ഈ ബന്ധത്തിൽ ഇഷ ഡിയോൾ, അഹന ഡിയോൾ എന്നീ 2 പെൺമക്കളുമുണ്ട്. 1980കളിലും 90കളിലും ധർമ്മേന്ദ്ര ആക്ഷൻ സിനിമകളിൽ വളരെ സജീവമായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം പ്രതികാര കഥാപാത്രങ്ങളെ കൂടുതലായി അവതരിപ്പിച്ചത്. നിരൂപകർ ഈ ചിത്രങ്ങളെ വിമർശിച്ചെങ്കിലും സാധാരണക്കാരായ പ്രേക്ഷകർക്കിടയിൽ അദ്ദേഹത്തിന് വളരെ സ്വാധീനം നിലനിർത്താൻ അത്തരം ചിത്രങ്ങൾ സഹായിച്ചു. വില്ലന്മാർക്ക് നേരെയുള്ള അദ്ദേഹത്തിൻ്റെ ആ രൗദ്രഭാവത്തിലുള്ള കുത്തേ കമീനെ, ആ അട്ടഹാസ്യങ്ങൾ കാണികളെ ആവേശഭരിതരാക്കിയിരുന്നു. എന്നാൽ നിരവധി ഹിറ്റ് സിനിമകൾ നൽകിയിട്ടും മികച്ച നടനുള്ള അവാർഡുകളൊന്നും അദ്ദേഹത്തിന് തേടി എത്തിയിരുന്നില്ല. എന്നാൽ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി 1997 ഫിലിം ഫെയർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 2012 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകിയിരുന്നു. ഡിയോൾ കുടുംബം ബോളിവുഡിലെ ശക്തമായ സാന്നിധ്യമാണ്. മക്കളായ സണ്ണി ഡിയോളും ബോബി ഡിയോളും മുൻനിര നായകന്മാരാണ്. മകൾ ഇഷ ഡിയോളും സിനിമയിൽ സജീവമാണ്. തൻ്റെ 88ാം വയസ്സിലും അഭിനയ രംഗത്ത് അദ്ദേഹം സജീവമായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. കരൺ ജോഹർ സംവിധാനം ചെയ്തത് റോക്കി ഓർ റാണി കി പ്രേം കഹാനി എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ വേഷം വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം ഒടുവിൽ അഭിനയിച്ച 21 എന്ന ചിത്രം ഉടനെ റിലീസ് ചെയ്യപ്പെടും എന്നാണ് കരുതുന്നത്.